ഹലോ ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ എണീച്ച് വന്നപ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ ന്യൂസ് കാണുകയാണ്. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ തകർന്നതിൻ്റെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പോയി പല്ലും തേച്ചിട്ടൊക്കെ വന്ന് നേരെ ചായ കുടിക്കാൻ പോയി. അങ്ങനെ ഞാനും കുറച്ച് നേരം ചായയും കുടിച്ച് കുറച്ച് ന്യൂസൊക്കെ കണ്ടിട്ട് ഞാനും നേരെ അടുക്കളയിലോട്ട് ചെന്നു. അപ്പോഴത്തേക്ക് ഏകദേശം കാപ്പിയുടെ പരിപാടിയൊക്കെ കഴിയാറായി. ഇന്നിവിടെ പുട്ടാണ്, പുട്ടും പയറും പപ്പടമാണ് ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ പപ്പടവും കൂടെ പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ഇവിടെ മൊത്തം പുട്ടിൻ്റെ പൊടി ഉള്ളതുകൊണ്ട് അതെല്ലാം പെട്ടെന്ന് നീക്കി, ഇല്ലെങ്കിൽ ചിലപ്പോൾ എറുമ്പ് വന്നാലോ എന്ന് പേടിച്ചിട്ട് പെട്ടെന്ന് അത് നീക്കി വൃത്തിയാക്കി. അതിനിടയിൽ ചേട്ടൻ പല്ല് തേക്കുന്ന ഇത് നിങ്ങൾക്ക് കാണാം പുറത്ത് ജനലിൽ കൂടെ. അവിടെയാണ് നമ്മുടെ കിണറും കുളിമുറിയൊക്കെ. അപ്പോൾ ഞാൻ ചേട്ടൻ പല്ല് തേക്കുന്ന കണ്ടുകൊണ്ട് പെട്ടെന്ന് പപ്പടം പൊരിക്കാമെന്ന് വിചാരിച്ചു. വന്ന ഉടനെ ആൾ കാപ്പി കുടിക്കും. പല്ല് തേച്ച് കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും ആൾ വെയിറ്റ് ചെയ്യത്തില്ല. അങ്ങനെ ഞാൻ പപ്പടം പപ്പടം മാമൻ്റെ നിന്ന് വാങ്ങിച്ച പപ്പടമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മാമൻ പപ്പടം കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ പപ്പടമൊക്കെ പൊരിച്ചിട്ട് പിന്നെ ആ എണ്ണയിൽ തന്നെ ഞാൻ വിഴുക്ക് വയ്ക്കാമെന്ന് കരുതി. ഒന്നാമത്തെ കാര്യം കുറച്ച് വെളിച്ചെണ്ണയിലാണ് പപ്പടം പൊരിച്ചത്, വെളിച്ചെണ്ണയല്ല സൺഫ്ലവറിലാണ് പപ്പടം പൊരിച്ചത്. ഇനി ഈ വിഴുക്കും അതിൻ്റെ ബാക്കി എണ്ണയിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പയർ അവിക്കാൻ വേണ്ടി അമ്മ കുക്കറിലേക്ക് ഇടുകയാണ്. പുട്ടും പയറും ആക്കുന്നതിൻ്റെ പയർ ലാസ്റ്റേ വെക്കാറുള്ളൂ. കാരണം അച്ഛനും മോനും പയർ വേണ്ട, പിന്നെ ഞാനും അമ്മയുമാണ് പുട്ടും പയറും പപ്പടം കഴിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റേ പയർ വെക്കാറുള്ളൂ. പിന്നെ വിഴുക്കൊക്കെ കോരി വെച്ചിട്ട് ബാക്കി ജോലിയിലേക്ക് പോവാമെന്ന് കരുതി. അതിനിടയിൽ ഇന്ന് മീനൊന്നും കിട്ടിയില്ല നമുക്ക്. മീൻ കുറവായത് കൊണ്ടാണോ എന്നറിയില്ല, മീൻ വന്നതുമില്ല, പിന്നെ നമ്മൾ പോയതുമില്ല. അതുകൊണ്ട് കരുവാട് വെക്കാമെന്ന് കരുതി. കരുവാട് കറി ഇവിടെ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്, അമ്മയ്ക്കും ചേട്ടനും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് വലിയ താല്പര്യമില്ല, പിന്നെ കഴിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അമ്മ കരുവാട് കണ്ടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ കരുവാടിനങ്ങ് അരയ്ക്കാമെന്ന് കരുതി. അടുക്കളയിൽ അമ്മയ്ക്ക് ഒന്ന് സഹായിച്ചു കൊടുത്ത ശേഷം എനിക്കൊരു വലിയൊരു പണിയുണ്ട്. അതായത് ഞാൻ ഇന്നലെ കടയിൽ നിന്ന് കുറച്ച് വേസ്റ്റുകൾ, അതായത് മുടി വെട്ടിയതും ഹെന്ന ചെയ്തതിൻ്റെയൊക്കെ കുറേ വേസ്റ്റുകളെല്ലാം കൂടെ ഞാൻ കവറിൽ കെട്ടിക്കൊണ്ട് വെച്ചേക്കാണ്. അതൊന്നും ചെയ്തില്ല. അതിന് വീട്ടിലെ ബേക്കിൽ കൊണ്ടുപോയിട്ട് വേണം അത് കരിച്ച് കളയാൻ. അങ്ങനെ കരുവാടിലേക്ക് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക് ഇതൊക്കെ ഇട്ടാണ് ഞാൻ കരുവാട് കറി വെക്കുന്നത്. കരുവാടിനൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണല്ലോ. 4 കരുവാടോ 5 കരുവാടോ കണ്ടേ ഉള്ള ഒരു കവറിനകത്ത്. അപ്പോൾ ഭയങ്കര വിലയാണ്. കരുവാട് പോലും വാങ്ങിക്കാൻ വയ്യാത്ത അവസ്ഥയിലോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കരുവാടൊക്കെ കണ്ടിച്ച് ഞാൻ അടുപ്പിൽ വെച്ച ശേഷം കുക്കറിലെ പയർ എന്താണെന്ന് നോക്കി. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. പയറിൻ്റെ തീയൊക്കെ അണച്ച ശേഷം ഞാൻ വേസ്റ്റ് കത്തിക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നലെ ചേച്ചിയുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയ ആൾ വരുന്നുണ്ട്. പല്ലൊക്കെ തേച്ച് കാപ്പിയും കുടിച്ചിട്ടൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഞാൻ തലയൊക്കെ കെട്ടിക്കൊടുത്ത്, എന്നിട്ട് ആളിനെയും വിളിച്ച് പോയി ചെരുപ്പിട്ടുകൊണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് വേണം വീട്ടിൻ്റെ ബാക്കിൽ പോയി വേസ്റ്റ് കരിക്കാൻ. അപ്പോൾ ഇതാണ് എൻ്റെ വീട് ഫുള്ളായിട്ട് ഞാൻ ഇപ്പോഴാണ് വീഡിയോയിൽ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് അന്ന് വീഡിയോയിൽ കാണിച്ച ചെടി. ഇന്ന് പൂ കുറവാണ്. അപ്പോൾ നമുക്ക് വേസ്റ്റ് കരിക്കാൻ വേണ്ടി പോവാം. അതിനായിട്ട് ഞാൻ കുറച്ച് ഡീസലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം തീ കത്തിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ ഇന്നലെ കുറച്ച് പുല്ലും കൂടെയൊക്കെ പറിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കത്തിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഈ ഡീസലും കൂടെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള പാറയാണ്, പരന്ന പാറയാണ്. മഴ പെയ്ത പക്ഷെ ഭയങ്കര തെറ്റലുമാണ് കേട്ടോ. പിന്നെ ഈ കാട്, ഇത് എല്ലാ ആഴ്ചയും പുല്ല് പറിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. പെട്ടെന്ന് പുല്ല് കയറുന്നുണ്ട്. അതുകൊണ്ട് ചുരുട്ടയും പാമ്പും എല്ലാം ഉണ്ട്. പക്ഷേ നമുക്കിതുവരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വീട്ടിൻ്റെ അകത്തൊന്നും കയറിയിട്ടില്ല. ഇനിയിപ്പം തൊഴിലുറപ്പുകാരെ നിർത്തി നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തെ പെരയിടം ഭയങ്കര കാടാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ എപ്പോൾ വൃത്തിയാക്കിയാലും പെട്ടെന്ന് കാട് കയറുന്നുണ്ട്. ഇവിടെ പൊതുവിൽ ഇച്ചിരി കാട് കൂടുതലുള്ള സ്ഥലമാണ്. തേക്കിൻ കാട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാ സ്ഥലവും കാട് തന്നെയാണ്. അപ്പോൾ ഒരു പൂമ്പാറ്റ അതുവഴി പറന്നു പോയി. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വേസ്റ്റ് എല്ലാം ഇട്ട് കരിക്കുന്ന സ്ഥലം. അപ്പം നമുക്ക് ഇവിടെ ഇട്ട് വേസ്റ്റ് കരിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ അതിൽ കെട്ടഴിച്ചിട്ട് പ്ലാസ്റ്റിക് എല്ലാം വാരി മാറ്റുകയാണ്. പ്ലാസ്റ്റിക് ചേച്ചിമാർ വരുമ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കാമെന്ന് കരുതി പ്ലാസ്റ്റിക് എല്ലാം ഞാൻ കുടഞ്ഞെടുത്തു. മുമ്പ് നമ്മളൊരു ക്ലാസ്സിന് പോയപ്പം ബ്യൂട്ടീഷ്യൻ്റെ ക്ലാസ്സിന് പോയപ്പോഴത്തേക്ക് അവർ മുടിയൊക്കെ പാർലറുകളിൽ വന്ന് എടുക്കും എന്നും പറഞ്ഞ് നമ്മളെ നിന്ന് കുറച്ച് പൈസയൊക്കെ പിരിച്ചായിരുന്നു. പക്ഷേ അവർ വന്ന് മുടി എടുത്തത് കളക്ട് ചെയ്തതോ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇത് തന്നെയാണ് അവസ്ഥ, വീണ്ടും കൊണ്ടുവന്ന് കരിച്ച് കളയാന്നുള്ളത്. പിന്നെ ഹരിതകർമ്മസേനക്കാർ എടുക്കത്തില്ല, അവർ പ്ലാസ്റ്റിക് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലെ ബേക്കിലത്തെ കാഴ്ചകൾ കേട്ടോ. പക്ഷെ നല്ല കാടാണ്, എപ്പോഴും എത്ര പുല്ല് പറിച്ചാലും നല്ല കാടായിരിക്കും.
പിന്നെ ബാക്കിലൊരു പേരയുണ്ട്. ഒരു കാര്യത്തിനും കൊള്ളാത്തൊരു പേരയാണ്. അപ്പോൾ അത് ചെറിയ പേരയ്ക്കയാണ്, പെട്ടെന്ന് തന്നെ പുഴുക്കുകയും ചെയ്യും. അപ്പോൾ അത് മുറിച്ച് കളയാമെന്ന് വിചാരിച്ചാൽ വെയിലായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അത് മുറിച്ച് കളയാത്തത്. അപ്പോൾ ഒരു വിധം തീയൊക്കെ കത്തി, അതുകൊണ്ട് നമ്മളങ്ങ് പോവാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ കിടന്ന് കത്തിക്കോളും, പിന്നെ അങ്ങും കത്തിപ്പിടിക്കാനൊന്നും ഉള്ള ഇതില്ല, പച്ചപ്പ് ആയതുകൊണ്ട് അങ്ങനെ തീയൊന്നും കത്തിപ്പിടിക്കില്ല എന്നുള്ള ധൈര്യം കൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഇനി വേണം എനിക്ക് കാപ്പി കുടിക്കാൻ. കാപ്പി കുടിച്ച് ഒന്ന് എറായൊക്കെ ഒന്ന് തൂത്തിറക്കണം. അങ്ങനെ ചെന്നോടനെ ഞാൻ എറായൊക്കെ തൂത്ത് വൃത്തിയാക്കി. അപ്പോഴത്തേക്കും അമ്മ അടുക്കളയിലെ പണിയെല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ ചോറിട്ടിട്ട് ഞാൻ പോകാനൊരുങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചോറൊക്കെ ഇട്ട് ഞാൻ പാക്ക് ചെയ്ത് ഇറങ്ങാറായി. അങ്ങനെ പോകാൻ നേരത്ത് ഞാൻ രണ്ടുപേർക്കും ടാറ്റയൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഇത് ഞാൻ പോകുന്ന വഴിയാണ് കേട്ടോ, ഫുള്ള് കാടാണ്. അപ്പോൾ ഈ കാടും തോടും താണ്ടിയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് അപ്പുറത്തെ വീട്ടിൻ്റെ മുറ്റത്തൂടെയൊക്കെയാണ് ഞാൻ പോകണം. ഒരുപാട് വീടുകളുടെ മുറ്റത്തൂടെയുള്ള യാത്രയാണിത്. എല്ലാവരുമായിട്ട് നല്ല സഹകരണം ആയതുകൊണ്ട് ആരും നടക്കണ്ടെന്നൊന്നും പറയത്തില്ല. ഇതാണ് ഞാൻ റോഡിലേക്ക് പോകുന്ന വഴി. അപ്പോൾ വഴിയിൽ നമ്മൾ അടുത്തുള്ളൊരു മാമനായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് പോയത്. ഇത് നേരെ ചെന്നിറങ്ങുന്ന തോട്ടിലേക്കാണ്. നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ വരുന്ന തോടാണിത് കേട്ടോ. പക്ഷെ നല്ല മനോഹരമായ സ്ഥലമാണ്. നമ്മൾ ഈ പാലത്തിൽ കൂടെ കയറിയാണ് റോഡിൽ പോകുന്നത്. ഇനി നേരെ റോഡിലേക്കുള്ള വഴിയാണിത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. Okay, bye-bye.